കുറച്ച് ദിവസമായിട്ടൊരു യാത്രയിലായതുകൊണ്ട് ബ്യൂട്ടി വീഡിയോസ് കുറച്ച് ദിവസമൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പറയാൻ വന്നത് വേറൊന്നുമല്ല, നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഫുഡിൻ്റെ വില അറിയത്തില്ല അല്ലേ. നമ്മൾ മിക്കവാറും അവോയ്ഡ് ചെയ്യും ഡയറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ നമ്മൾ വേറൊരു രാജ്യത്ത് വരുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണ് ഇന്നത്തെ നൈറ്റ് ഡിന്നർ എന്ന് മാത്രമല്ല, കഴിച്ച ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ലഞ്ചും ഏകദേശം എല്ലാം ഇത് തന്നെയാണ്. റൈസ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ മോളും ഹസ്ബൻഡ് പോയി, ഞാനും കൂടെ പോയിട്ട് തന്നെ റൈസ് വാങ്ങിച്ചു. ഇത് കണ്ടില്ലേ, ചോറ്, കറിയൊന്നുമില്ല കേട്ടോ, ഇതാണ് ചോറ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഐറ്റംസ് ഇത്രയാണ് കേട്ടോ. ഹോങ്കോങ്ങിൽ വന്നിട്ട് നല്ല രീതിയിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവിടെ കഴിക്കുന്ന ഫുഡ്, ഞാൻ വെജിറ്റേറിയനാണ്, അതുകൊണ്ട് തന്നെ പോർക്ക്, പിന്നെന്താ പറയുക, ചിക്കൻ, അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ചിക്കനും പോർക്കും കഴിക്കുന്നവർക്ക് പോലും ഇവിടെ വന്നിട്ട് കഴിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ ഊഹിക്കാമല്ലോ, ഇത് മാത്രമാണ് ഇവിടുത്തെ. പിന്നെ ആർക്കെങ്കിലും ഇവിടെ താമസിക്കുന്ന ആർക്കെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. ഞാൻ ഇട്ടിങ്ങനെ